ഹായ് ഫ്രണ്ട്സ്, നമുക്കൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയാലോ? വളരെ എളുപ്പത്തിൽ നമുക്കൊരു കുമ്പിളപ്പം ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടുന്നത് നമുക്ക് ഒരു കൂഴച്ചക്കയാണ് കേട്ടോ. കൂഴച്ചക്കന് കുരുവൊക്കെ കളഞ്ഞെടുക്കാം. അതിനകത്തോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ശർക്കര പാനിയാണ്. 2 ശർക്കരേനെ നമുക്ക് പാനിയാക്കി എടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചക്കയ്ക്കകത്തോട്ട് നമുക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി അത് നന്നായിട്ട് വെന്തുടഞ്ഞ് കിട്ടണം എന്നുള്ളവർ ഒന്ന് മിക്സിക്കകത്തിട്ട് അടിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്കതിനെ വേവിക്കണം. ആ സമയത്ത് നമുക്ക് ഒരു തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. എന്നിട്ട് നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ. 1 കപ്പ് റവ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി വേണ്ടത് അരിപ്പൊടിയാണ്. അത് 3 കപ്പോളം നമുക്ക് ചേർത്ത് കൊടുക്കാം. റവ കൊണ്ട് തന്നെ ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ എനിക്കെപ്പോഴും ഇഷ്ടം അരിപ്പൊടി കൊണ്ടാണ്. അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അറിയാം നമുക്ക് അതിൻ്റെ ടേസ്റ്റ്. നന്നായിട്ടൊന്ന് നമുക്ക് അരിപ്പൊടിയും റവയും ഒക്കെ മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് നമുക്ക് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനിയാണ് നമ്മൾ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഓരോരുത്തരുടെയും ടേസ്റ്റിനനുസരിച്ച് ഏലക്ക ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് വേണ്ടതാണ് നമ്മുടെ ഇടനയില. ഇടനയിലയ്ക്ക് ഇടയ്ക്കകത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു മണവും ടേസ്റ്റും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇടനയില തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഇടനയില ഇല്ലെങ്കിലോ നമുക്ക് വാഴയിലയാണെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അതിനും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അടച്ചു വെച്ച് അതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഞങ്ങളുടെ കുമ്പിളപ്പമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റുമാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണം കേട്ടോ. വളരെ എളുപ്പത്തിൽ നമുക്ക് ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. എന്നാലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കുമ്പിളപ്പമാണ് ഇത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാവരും ഒന്ന് കുമ്പിളപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മടിക്കരുത്.